കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ ബാങ്ക് മുൻ പ്രസിഡന്റ് വി.ആർ. സജി ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സന്ദേശം പുറത്ത്. CPM മുൻ കട്ടപ്പന ഏരിയ സെക്രട്ടറിയാണ് വി.ആർ. സജി. പണം ചോദിച്ചെത്തിയപ്പോൾ ബാങ്ക് ജീവനക്കാരൻ ബിനോയ് പിടിച്ചു തള്ളിയെന്ന് ആത്മഹത്യ ചെയ്ത സാബു പറഞ്ഞിരുന്നു. താൻ തിരിച്ചാക്രമിച്ചെന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുകയാണെന്നും സാബു പറയുന്നതും ഭീഷണിയിലുണ്ട്. അതേസമയം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ചു തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാബേ, നിങ്ങൾ വിഷയമൊന്നും മാറ്റണ്ടോ. നമ്മൾ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹോദരനെ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പണിയൊന്നും അറിയത്തില്ല. സത്യമായിട്ട് അത് പണി മനസ്സിലാക്കി തരാം. എനിക്ക് സത്യമായിട്ട് നിങ്ങളുടെ പരിപാടി പണി മനസ്സിലാക്കി തരാം. അതേസമയം ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മൊഴി പോലീസ് ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സുബിൻ തോമസ് ചേരുന്നു. സുബിൻ, ഭീഷണിയുടെ ശബ്ദ സംഭാഷണം പുറത്തായിരിക്കുകയാണ്. പണി ഞാൻ മനസ്സിലാക്കി തരാം എന്നാണ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റിന്റെ ഭീഷണി സാബുവിന്റെ ഫോണിൽ വരുന്നത്. എത്രമാത്രം ഭീഷണി സ്വരമാണ് ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. വലിയ രീതിയിലുള്ള മനോവിഷമത്തിൽ തന്നെയാണ് സാബു ആത്മഹത്യയിലേക്ക് പോയതും. നിക്ഷേപിച്ചിരുന്ന തുക ഇനി ലഭിക്കില്ല എന്നുള്ള ഒരു നിരാശ അദ്ദേഹത്തെ ബാധിച്ചിരുന്നു. അത് അദ്ദേഹം ഭാര്യയോട് പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വലിയ രീതിയിലുള്ള ഭീഷണി സാബു നേരിട്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ശബ്ദ സന്ദേശത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു കോൾ റെക്കോർഡിലൂടെ ഈ CPM മുൻ ഏരിയ സെക്രട്ടറിയും അതുപോലെ തന്നെ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമായ വി.ആർ. സജിയാണ് സാബുവിനെ ഭീഷണിപ്പെടുത്തിയത്. അതായത് ഇന്നലെ കഴിഞ്ഞ ദിവസം സാബു ബാങ്കിലെത്തിയപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സംസാരം ഉണ്ടാകുന്ന സമയത്ത് ജീവനക്കാരെ മർദ്ദിച്ചു എന്നുള്ളതാണ് സാബുവിനെതിരായി ഈ നേതാക്കൾ കണ്ട അല്ലെങ്കിൽ മുമ്പോട്ട് വെച്ച ഒരു ആരോപണം. അതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി പ്രധാനമായും ഉയർന്നത്. ഈ ബാങ്ക് ജീവനക്കാരനായ റെജി എന്നയാളെ പിടിച്ചു തള്ളി എന്നുള്ളതാണ് സാബുവിനെതിരായ ആരോപണം. പിടിച്ചു മർദ്ദിച്ചു എന്നുള്ളതാണ് സാബുവിനെതിരായി ഇവർ ഉയർത്തിയ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് കേസ് കൊടുക്കും, അതുപോലെ തന്നെ ഈ തിരിച്ചടിക്കും എന്നുള്ള ഒരു ഭീഷണിയാണ് സാബു പ്രധാനമായും നേരിട്ടത്. ഇത്തരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നുള്ളത്, ഇത്തരത്തിൽ ഒരു സഹകരണ സംഘത്തിൽ പണം നിക്ഷേപിച്ച ഒരു വ്യക്തിയാണ് സാബു. ആ സഹകരണ സംഘത്തിൽ പണം നിക്ഷേപിച്ച ആ പണം തിരികെ എടുക്കാൻ എത്തിയപ്പോൾ പലപ്പോഴായി ഇത്തരത്തിൽ അവിടെ അദ്ദേഹം എത്തിയതാണ്. ആ സമയത്തെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഭീഷണി അദ്ദേഹം നേരിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ സംഘം മർദ്ദിക്കും, അതായത് CPMന്റെ ഏറ്റവും മുതിർന്ന ഒരു നേതാവ് തന്നെ വിളിച്ച് ഇത്തരത്തിൽ മർദ്ദിക്കും അല്ലെങ്കിൽ അടിക്കും, തനിക്ക് പണി അറിയാത്തതിന്റെയാണ്, തന്നെ പണി പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ അത്രത്തോളം അദ്ദേഹത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അതിനുശേഷമാണ് അദ്ദേഹം ഇത്രത്തോളം നിരാശനായി വീട്ടിലെത്തിയത് എന്നുള്ളതാണ്. വീട്ടിലെത്തിയപ്പോൾ ഇദ്ദേഹത്തിന്റെ മകനുമായി അദ്ദേഹം സംസാരിച്ചിരുന്നു. ആ സമയത്ത് പോലും അദ്ദേഹം പറഞ്ഞത് നമ്മൾ ട്രാപ്പിലാണ്, നമ്മൾ ട്രാപ്പിൽ പെട്ടിരിക്കുകയാണ്, ഇതിൽ നിന്ന് ഒരു മോചനം എപ്പോൾ ഉണ്ടാകുമെന്ന് അറിയില്ല, അത് നമ്മൾ ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണെന്ന് അദ്ദേഹം മകനോട് പറയുകയും ചെയ്തിരുന്നു. ആശുപത്രിയിലായിരുന്ന ഭാര്യയും ഇക്കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു. രാവിലെ നമ്മൾ അദ്ദേഹത്തിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെ പ്രതികരണം എടുക്കുകയുണ്ടായി. ആ സമയത്തും അവർ പറഞ്ഞത് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഭീഷണി അത് സാബുവിന് ഒരിക്കലും താങ്ങാൻ കഴിയില്ലായിരുന്നു. സാബുവിന് അതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. ഈ ഭീഷണിയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സാബുവിന് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ മാനസികമായി അദ്ദേഹത്തെ തളർത്തിയത് ആ ഒരു ഭീഷണിയാണ്. ഒരിക്കലും അദ്ദേഹം നല്ല സുഹൃത്ബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ് വി.ആർ. സജി. ആ വി.ആർ. സജി ഇത്തരത്തിലൊരു ഭീഷണി അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിൽ ആക്കിയത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മേരിക്കുട്ടി പറഞ്ഞത്. എന്തായാലും ഈ CPM നേതാവിന്റെ ഭീഷണിയാണ് ഈ സാബുവിന്റെ ആത്മഹത്യയിലേക്ക്, ഒരു സഹകാരിയുടെ അല്ലെങ്കിൽ നിക്ഷേപകന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാങ്ക് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് കൊടിയ ഒരു വലിയ രീതിയിലുള്ള അധിക്ഷേപവും അദ്ദേഹത്തിന്. അതെ, തീർച്ചയായും വലിയ രീതിയിലുള്ള അധിക്ഷേപവും ഭീഷണിയും തന്നെയാണ് സാബു നേരിട്ടത്. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബുവിന്റെ ആത്മഹത്യയിൽ ഭീഷണി സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. എത്രത്തോളം മനോവിഷമം അദ്ദേഹം നേരിട്ടു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.